രണ്ടുപേരാണ് ഇപ്പോൾ വെറുതെ വന്ന് ഗോളില്ലാത്ത ഗോൾ പോസ്റ്റിൽ കയറി ഗോൾ അടിക്കാൻ നോക്കുന്നത്. PV അൻവർ, രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്താണ് ഈ രണ്ട് നേതാക്കന്മാർക്കുള്ള സാമ്യം? PV അൻവർ പറയുന്നത് കേരളം മുഴുവനും UDF പിടിച്ചത് PV അൻവർ ഇഫക്റ്റ് കൊണ്ടാണ് എന്നാണ്. നോക്കൂ, സ്പെസിഫിക് ആയി പറയുന്നത് എന്താ? മലപ്പുറത്ത് തൂത്തുവാരിയത് നിങ്ങൾ കണ്ടില്ലേ? എന്നോടുള്ള അടുപ്പവും എന്നോട് പിണറായി ചെയ്ത കാര്യങ്ങളും CPM-ഉം LDF-നെയും ഞാൻ പ്രതിക്കൂട്ടിൽ നിർത്തിയതിന്റെ ഏറ്റവും വലിയ ഉത്തരമാണ് ഇപ്പോൾ ജനങ്ങൾ കൊടുത്തതെന്ന്. ലീഗ് അവിടെ പട്ടിപ്പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ലീഗിന്റെ VS ജോയി ജയിച്ചപ്പോ ഇന്ന് VS ജോയി കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ? സാദിഖ് അലി തങ്ങളോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള കടപ്പാടുണ്ട്. കാരണം എന്റെ എണ്ണവും കൂടി ചേർത്ത് വെച്ചാണ് ലീഗിന്റെ മലപ്പുറത്തെ കൗണ്ട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. കാരണം എന്നെ പരസ്യമായി ലീഗ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നു എന്ന്. മലപ്പുറത്തെ പച്ച മണ്ണിൽ ചവിട്ടി ലീഗ് വോട്ട് ചോദിച്ചപ്പോ ആളുകൾ വലിയ രീതിയിൽ വോട്ട് ചെയ്ത് വിജയിച്ചു കയറി വന്നതാണ് ഓരോ ആളുകളും. അവിടെ അൻവറിനെ കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. PC ജോർജ് എങ്ങനെയാണോ പൂഞ്ഞാറിൽ കിടന്നു മധ്യ കേരളത്തിൽ കിടന്ന് വെറുതെ പുലമ്പി തിളയ്ക്കുന്നത്, അതുപോലെ മാത്രമായി പോകുന്നു PV അൻവർ. മൊട്ടയടിക്കുമെന്ന് പറഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കിളി പറന്നു വന്നു, വീണ്ടും മൊട്ടയടിക്കുന്നില്ല. ബേപ്പൂരിൽ റിയാസ് മൊട്ടയടിക്കുമെങ്കിൽ മാത്രം ഞാൻ മൊട്ടയടിക്കാമെന്ന് പറഞ്ഞു. PC ജോർജും അങ്ങനെയാണ്, ഓരോ ദിവസവും തോന്നിയത് പറയുന്നത് പോലെ. PV അൻവറിന്റെ രാഷ്ട്രീയ കാലം അവസാനിക്കുക കൂടി ചെയ്യുകയാണ് ഇവിടെ. പിണറായിസം അവസാനിപ്പിക്കാൻ വേണ്ടി ഈ പാർട്ടിയിൽ നിന്ന് പോയ അൻവർ സ്വയം ആത്മഹത്യ ചെയ്തു എന്നുകൂടി പറയേണ്ടി വരും. രണ്ടാമത് ആരാണ്? രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് 4 MLA-മാരെ കൊണ്ടാണ് ഞാൻ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതെന്ന്. ഒറ്റയടിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ മുഴുവൻ ക്രെഡിറ്റും കാസർകോട്ടത്തെ വിജയത്തിലേക്ക് ഇങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കുക. അവിടെ ബാലകൃഷ്ണൻ പെരിയെ പോലെയുള്ള UDF-ന്റെ ഉത്തമരായ നേതാക്കൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിന്റെ ബലമാണ് അവിടെ കൃത്യമായി UDF ജയിച്ചത് എന്നുള്ളത് പറയേണ്ടി വരും. അതിനെ മുഴുവനും കാറ്റിൽ പറത്തിയിട്ടാണ് ബാലകൃഷ്ണൻ പെരിയെ പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ, പ്രാദേശിക നേതാക്കളെ ക്രോഡീകരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം മത്സരിച്ചിട്ട് ഇത്തവണ മത്സരത്തിൽ നിന്നും മാറി നിന്ന് വരെ കൊടുത്തതാണ് ബാലകൃഷ്ണൻ പെരിയെ പോലെയുള്ള നേതാക്കൾ. തൃക്കരിപ്പൂരിൽ നമ്മൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മുഖ്യധാര മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സന്ദീപ് വാര്യർക്ക് വേണ്ടി പ്രവർത്തിച്ച UDF മെഷീനറി സംവിധാനം, അതിനെ മുഴുവനുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്.